ഒന്നും സംഭവിക്കില്ല. ഗിരിയേട്ടനെയും കുടുംബത്തിനെയും തകർക്കാൻ വേണ്ടി താൻ കളിക്കുന്ന കളികളൊന്നും ലക്ഷ്യം കാണില്ല. ഗിരിയേട്ടനെ എന്ത് വില കൊടുത്തും ഈ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തും. ഈ പരാതി വ്യാജമാണെന്ന് ഞാൻ തെളിയിക്കും. മോളെ, നിനക്ക് ഈ നിയമവും കോടതിയുടെ ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞൂടെ? ഈ പരാതി വ്യാജമാണെന്ന് നീ തെളിയിച്ചു തന്നെ ഇരിക്കട്ടെ. ഈ കേസ് കോടതി പരിഗണിച്ച് തെളിവുകൾ ശേഖരിച്ച് സാക്ഷികളെയൊക്കെ വിസ്തരിച്ച് പരാതി വ്യാജമാണെന്ന് നീ തെളിയിച്ചു വരുമ്പോഴേക്കും വർഷങ്ങൾ കുറെ കഴിയും. അത്രയും കാലം നിന്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിൽ ഒരു പെണ്ണുപിടിയനാ. നിന്റെ കുഞ്ഞു വളരുന്നതും ആ ചീത്തപ്പേരോടെ ആയിരിക്കും. അതൊന്നും നിനക്ക് തടയാൻ പറ്റില്ല മോളെ. പിന്നെ ഇപ്പോഴൊക്കെ ഒരാണിനെ കൊടുക്കാൻ പെണ്ണിന്റെ വാക്ക് മാത്രം മതി. അതുകൊണ്ട് നീ ഗിരിയുടെ കാര്യത്തില് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് കോടതിയിൽ മാത്രമല്ല, ദൈവത്തില് കൂടിയാ. ദൈവം എന്ന് നല്ലവരുടെ കൂടെ നിൽക്കും. നിന്റെ ഭർത്താവാണോ നല്ലവൻ? നിന്റെ അച്ഛനെ കൊന്ന ഓളം അവൻ. മാധവനോടെ നിനക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഗിരി ഉപേക്ഷിച്ച് പോണമായിരുന്നു. ഇനി മേലാൽ തന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് എന്റെ അച്ഛന്റെ പേര് ഉച്ചരിച്ചു പോരുത്. അങ്ങനെ സംഭവിച്ച ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ അച്ഛന്റെ പേര് ഉച്ചരിക്കരുതെന്ന്. നീ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മഞ്ജു. ഗിരി നിരപരാധിയാണെന്ന് നീ പറഞ്ഞാ ആര് വിശ്വസിക്കാനാ? ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ, നിന്റെ കുടുംബക്കാര് പോലും വിശ്വസിക്കൂ? നിന്റെ അനിയത്തി വിശ്വസിക്കൂ? വെറുതെ ആളുകളെ വെല്ലുവിളിക്കാൻ എളുപ്പമാണ്, പക്ഷേ പറയുന്നത് ചെയ്ത് കാണിക്കാൻ ചങ്കൂറ്റം വേണം. ഞാൻ മാധവന്റെ മകളാ. തന്റെ മുഴുവൻ പരമ്പരയും ഇല്ലാതാക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഈ നാടിന്റെ അവസ്ഥ വളരെ മോശമാ. അതുകൊണ്ടാ തന്നെ ഒരു മാന്യനായും ഗിരിയേട്ടനെ ഒരു ഗുണ്ടയായും കാണുന്നത്. പക്ഷേ വൈകാതെ തന്റെ മുഖംമൂടി ഞാൻ നാട്ടുകാർക്ക് മുമ്പിൽ വലിച്ചു കീറും. അന്ന് തന്നെ തല്ലാൻ കൂടെ നിൽക്കുന്നവരുടെ മുമ്പിൽ ഗിരിയേട്ടനും ഉണ്ടാവും. താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ വൈകാതെ താൻ അനുഭവിക്കും.